ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഞാനൊരു യാത്രയിലായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ രാമേശ്വരത്ത് പോകുന്നു. അവിടെ ചെന്നിട്ട് ഞാൻ ലൈവ് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് പറ്റില്ല കേട്ടോ, സോറി. അവിടുത്തെ രാമേശ്വരത്ത് എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നിയില്ല. അവിടെ വെറുതെ ഇരിക്കാനാണ് തോന്നിയത്. ധനുഷ്കോടി പോകുമ്പോൾ അവിടെ ലൈവ് വരാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ റേഞ്ച് ഇല്ല. മാത്രമല്ല ഒത്തിരി ആ കടലിന് ഒത്തിരി ഒച്ചയും ഒത്തിരി തിരക്കാണ് കേട്ടോ അവിടെ, ശബ്ദവും. അപ്പം നമുക്ക് അവിടെ ഇരുന്ന് ലൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് ചെയ്യാത്തത്. ഞാൻ പറഞ്ഞ് പറ്റിച്ചതല്ല, പക്ഷേ ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ്. എന്തായാലും ഞാൻ എൻ്റെ രാമേശ്വരം യാത്രയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരട്ടെ. അത് അവസാനം, റീഡിങ്ങിൻ്റെ അവസാനം പറഞ്ഞുതരാം. കാരണം അത് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കുറേ അധികം ആൾക്കാരുണ്ടാവും. അപ്പം നമുക്ക് ആദ്യം ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നമുക്കപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് നോക്കാം. എന്താണ് ഇന്ന് നിങ്ങൾക്കുള്ള ഗൈഡൻസ്? ആദ്യം ഫൈറ്റിംഗ് ആണ് വന്നിട്ടുള്ളത്. ദ ഔട്ട്സൈഡർ, ദ ഡ്രീം, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കൺട്രോൾ. ബോട്ടം എനർജി വന്നത് ടോട്ടാലിറ്റി ആണ്. നമുക്ക് ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ള കാർഡ്സ് ഫൈറ്റിംഗ് ആണ്. അപ്പം ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ഒരു ഫൈറ്റിംഗ് നടക്കുന്നു, സ്ട്രഗിൾ നടക്കുന്ന ഒരു സമയമാണ് കേട്ടോ. നിങ്ങൾ തന്നെ നിങ്ങളോട് ഫൈറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ ഇത് പുറത്ത് ആൾക്കാരോട് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മളോട് ദേഷ്യവും സ്ട്രെസ്സും ടെൻഷനും ഒക്കെ തോന്നിയിരിക്കുന്ന സമയത്താണ് നമ്മൾ മറ്റുള്ളവരോടും അതുപോലെ ബിഹേവ് ചെയ്യുന്നത്. നമ്മൾ കാം ആൻഡ് കൂളായിരുന്നു നമ്മൾ എപ്പോഴും മറ്റുള്ളവരോടും നല്ലതായിട്ട് പെരുമാറും. നമ്മൾ ശരിക്കും ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്ത് നമ്മളുടെ മുന്നിലിരുന്ന ആൾക്കാരോട് നമ്മൾ അനാവശ്യമായിട്ട് നമ്മൾ പൊട്ടിത്തെറിക്കും. അപ്പോൾ ഇന്നത്തെ കാര്യം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇന്ന് നിങ്ങളോട് തന്നെ ഫൈറ്റ് ചെയ്യുന്നു. എന്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്? നിങ്ങൾ തന്നെ കുറ്റം പറയുന്ന ഒരു എനർജിയാണ് കേട്ടോ കാണുന്നത്. കാരണം ഈ ഒരു സമയം നിങ്ങൾക്ക് എതിരായിരിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും നിങ്ങൾ തന്നെയാണെന്നാണ് കാണുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കുക, അത് പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവും. അതുകൊണ്ട് മാത്രം വന്നതാണെന്ന് മനസ്സിലാക്കുക. അത് ചില റിലേഷൻഷിപ്പ് ആകാം, ചില സ്ഥലങ്ങളിൽ നമ്മൾ പോയതാകാം, പിന്നെ ചില സംസാരം, ചില കാര്യങ്ങൾ നമ്മൾ അറിയാതെ വായിന്ന് വീണു പോകും. നമ്മൾ വിചാരിക്കാത്ത സമയത്ത് ചില കാര്യങ്ങൾ നമ്മളുടെ വായിൽ നിന്നും വരുന്ന ചില വാക്കുകൾ, അത് ചിലപ്പോൾ മറ്റുള്ളവരെ ഹർട്ട് ചെയ്യാം. അപ്പോൾ അതെന്ത് തന്നെ ആയാലും അതൊക്കെ സംഭവിക്കേണ്ട ആയിരുന്നു എന്ന് മനസ്സിലാക്കുക. അതിനെ ഫൈറ്റ് ചെയ്യാൻ പോണ്ട. കാരണം അതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. എപ്പോഴും അങ്ങനെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പം നിങ്ങളൊന്ന് പീസ് ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. പീസായി നമുക്ക് സമാധാനം കൊടുക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് ആദ്യം മനസ്സിലാക്കുക. പിന്നെ ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും റിയാക്ട് ചെയ്യാൻ പോണ്ട. ഇന്നത്തെ ദിവസം എന്തെങ്കിലും കണ്ടാലും നിങ്ങളൊന്ന് കൂളായിട്ടിരിക്കാൻ ഒന്ന് ശ്രമിക്കുക. നിങ്ങളുടെ എനർജിയെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം. നിങ്ങൾ ഉപ്പുവെള്ളത്തിൽ കുളിക്കണം. ആവശ്യമില്ലാതെ ഓവർ തിങ്ക് ചെയ്യരുത്. ആവശ്യമില്ലാതെ മറ്റുള്ളവർ പറയുന്ന കാര്യത്തിന് ഏറ്റുപിടിച്ച് സംസാരിക്കരുത്. അല്ലെങ്കിൽ നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ പലരും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കും. അതിനൊക്കെ റിയാക്ട് ചെയ്യാൻ പോകാതിരിക്കുക. നിങ്ങളോട് സ്നേഹമുള്ളവരായിരിക്കുക. ഇന്ന് പറയണം, ഞാൻ എൻ്റെ തെറ്റുകളൊക്കെ ഞാൻ പൊറുക്കും. നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മൾ കാണുന്ന എല്ലാ മനുഷ്യരും എല്ലാ തരത്തിലുള്ള മിസ്റ്റേക്സും ഉള്ള ആൾക്കാരാണ്. നമ്മൾ കാണുന്ന ആൾക്കാരെല്ലാം പെർഫെക്റ്റ് അല്ല. പക്ഷെ അവരതൊന്നും നമ്മളോട് കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. രണ്ടാമത് ഔട്ട്സൈഡറാണ് കാണുന്നത്. ഇന്ന് ഒരു ആരോ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആരോ നിങ്ങളെ റിജക്റ്റ് ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് വരാം. നിങ്ങളെല്ലാത്തിനും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ. നിങ്ങൾ
നമ്മൾ ആവശ്യമില്ലാത്ത എനർജിയെ നമ്മളുടെ അകത്തേക്ക് കൊണ്ടുവരികയും ചെയ്യരുത്. നമ്മൾ ആവശ്യമില്ലാത്ത ഒരു എനർജിയിലേക്ക് പോവുകയും ചെയ്യരുത്. അപ്പോൾ നമ്മളെപ്പോഴും വിചാരിക്കും നമ്മളെല്ലാം ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ ചിന്ത വേണ്ട, അങ്ങനത്തെ ഒരു ചിന്തയെ വേണ്ട. നമ്മളെപ്പോഴും ഒരു സാക്ഷിഭാവത്തിൽ നിൽക്കാൻ ശ്രമിക്കുക എല്ലാ കാര്യങ്ങളും. പിന്നെ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ വരാനുള്ളൊരു സമയമാണ്. നമ്മൾ തന്നെ അതിനെ താഴിട്ട് പൂട്ടി വെളിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മളുടെ സാധ്യതകളെ അകത്തേക്ക് കൊണ്ടുവരാതെ നമ്മൾ തന്നെയാണ് ഇവിടെ ചങ്ങലയിട്ട് പൂട്ടി ഒരു വലിയ ഇതുവാക്കി ഒരു പൂട്ടും വെച്ചിട്ടുള്ളത്. അത് നമ്മൾ തന്നെ തുറക്കേണ്ടതാണ്. അത് വേറെ ആരും വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊന്നും വിചാരിക്കരുത്. കാരണം ഒരുപാട് സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് പുറത്ത് പോയാൽ നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. നിങ്ങളുടെ സെൽഫ് വർത്ത് നിങ്ങൾ അറിയണം, നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ അത്രയും വർത്താണെന്ന് മനസ്സിലാക്കുക. ഉള്ളിൻ്റെ ഉള്ളിൽ ആവശ്യമില്ലാത്ത ഫിയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് റിലീസ് ചെയ്ത് കളയണം. ഭയമാണ് ഏറ്റവും വലിയ ശത്രു. നമ്മളുടെ ഏറ്റവും വലിയ ശത്രു ഭയമാണ്. അപ്പം ആ ഭയം നമ്മൾ തന്നെയാണ് സ്വാതന്ത്ര്യം കൊടുക്കാത്തത് നമുക്ക്. ആ ഒരു ഭയം നിങ്ങൾ റിലീസ് ചെയ്ത് കളയണം എന്നാണ് കാണുന്നത്. പുതിയ ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പതിയെ വരുന്നുണ്ട്. സഡൻ ആയിട്ടല്ല, പക്ഷെ പതിയെ അത് വരുന്നുണ്ട്. നിങ്ങളത് മനസ്സിലാക്കിയാൽ മാത്രം മതി എന്നുള്ളതാണ്. പിന്നെ അടുത്ത് വന്നിട്ടുള്ള ഡ്രീമാണ്. ഇത് ചിലപ്പോൾ പാസ്റ്റിലെ ആ ഒരു മെമ്മറീസിൽ വളരെ അങ്ങനെ അതിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചില വ്യക്തികളുമായിട്ടുള്ളൊരു ഇതായിരിക്കാം. നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്ന, നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന, നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരാളിൻ്റെ പ്രസൻസ് അത് ചിലപ്പോൾ ഇപ്പം ഇല്ലായിരിക്കും നിങ്ങളുടെ കൂടെ. അതിൽ നിങ്ങളിങ്ങനെ അതിൽ തന്നെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. വീണ്ടും അല്ലെങ്കിൽ ചിലപ്പോൾ ആൾക്കാർക്ക് പഴയ ആ ഒരു നൊസ്റ്റാൾജിക് മെമ്മറീസ് ഇങ്ങനെ മുകളിലോട്ട് വരാം. അപ്പം അത് കിട്ടാത്തത് കൊണ്ടുള്ളൊരു ഫ്രസ്ട്രേഷനും ഉണ്ടാകാം. അത് അങ്ങനെ നമുക്ക് ആ ഒരു ഫീലിങ്സ് ഉണ്ട്, പക്ഷേ ആ ആൾ നമ്മളുടെ അടുത്തില്ല. ചിലപ്പോൾ ഇനി കിട്ടാനും പോണില്ല എന്നുള്ളൊരു ചിന്ത, ഒരു പേടിയുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ളവരിലൊക്കെ നമ്മൾ ആ ഫ്രസ്ട്രേഷൻ നമ്മൾ അങ്ങോട്ട് കൊടുക്കും. നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരുന്നാൽ നമ്മൾ കാണുന്ന ആൾക്കാരെയൊക്കെ ചൊറിയാൻ പോകും. അങ്ങനെ ചെയ്യരുത്. നമ്മൾ കാമായിട്ട് ഇരിക്കാൻ ശ്രമിക്കണം. ഇതിൽ ചില ആൾക്കാർ വീണ്ടും നിങ്ങളിലേക്കൊന്ന് റീകണക്ട് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പം നല്ലതായിട്ട് ഹീലായിട്ട് മുന്നോട്ട് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കുക. നിങ്ങൾ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെ ഫോഴ്സ്ഫുള്ളി അടിച്ചമർത്താതിരിക്കുക കേട്ടോ. കാരണം അത് വെറുക്കരുത് അതിനെ. കാരണം നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ കുറേ കാര്യങ്ങളാണ്. ആ ഒരു സംഭവം വെറുക്കുമ്പോൾ നമ്മളെ തന്നെയാണ് വെറുക്കണത്. അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം അതുമൊക്കെ നമ്മളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതിനെ ഹേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് മനസ്സിലാക്കുക. അതിനെ ഹീൽ ചെയ്യാണ് വേണ്ടത് കേട്ടോ. അതിനെ വെറുക്കല്ല വേണ്ടത്. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങളൊരു സ്പിരിച്വൽ വർക്കണിങ്ങിൻ്റെ ഒരു ഇതിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടോ എന്നാണ് കാണുന്നത്. പെട്ടെന്നൊരു റിയലൈസേഷൻ വരാം. നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു മിന്നൽ പോലെ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം ഇന്നത്തെ ദിവസം. ഒരു ഇൻഡ്യൂഷനാകാം, ചിലപ്പോൾ സൈൻ കിട്ടുന്നതായിരിക്കാം, ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞു തരുന്നതായിരിക്കാം. ഇതിൽ നിങ്ങൾ കുറേ കാലം കൊണ്ട് ആലോചിച്ചിരുന്ന എന്തോ ഒരു കാര്യത്തിൻ്റെ ആൻസർ പെട്ടെന്ന് നിങ്ങൾക്ക് വരാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് കാണുന്നുണ്ട്. പിന്നെ ഈ കൺഫ്യൂസ്ഡ് ആയിരുന്ന ആൾക്കാർക്ക് ആ കൺഫ്യൂഷനൊക്കെ മാറിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ വഴി ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആ റോഡ് കൃത്യമായിട്ട് ഒരു ക്രോസ് റോഡിൽ ഇരുന്ന ആൾക്കാർക്ക് ആ റോഡ് ഏത് വഴിയിലാണ്, ഇപ്പം 3 വഴി ഉണ്ടെങ്കിൽ ഏത് വഴിയിലാണ് നിങ്ങൾ പോകേണ്ടത്, ഏത് വഴിയിലൂടെയാണ് നിങ്ങൾക്ക് പോകേണ്ടത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്നാണ് കാണുന്നത്. ഇതിൽ കൂടുതൽ ആൾക്കാർക്കും ഒരു സ്പിരിച്വൽ ക്ലാരിറ്റിയാണ്. നിങ്ങൾ തന്നെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഉത്തരം. നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെയായി, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് വേദനിച്ചു, നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് നഷ്ടപ്പെട്ടു. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്കത് ഈ ഒരു സമയം ചിലപ്പോൾ അതൊരു മെസ്സേജിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഡ്യൂഷനിലൂടെ ആയിരിക്കാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ ഒരു എന്താണ് ഈ ഉയർന്ന് നോക്കണം എന്നുള്ളതാണ്. ഒരുപാട് സാധ്യതകൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങളത് കണ്ടാൽ മതി. നിങ്ങളിപ്പോൾ കാണാതിരിക്കുന്നു, നിങ്ങളത് കണ്ടാൽ മതി എന്നാണ് കാണുന്നത്. പിന്നെ ഒരു
ഹയർ സെൽഫിൽ നിന്നുള്ള നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ. എന്തോ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇന്നത്തെ ദിവസം അത് കിട്ടും. നിങ്ങളത് ഈ വിഷമവും വേദനയൊക്കെ മാറ്റിയിട്ട് നിങ്ങളതൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇതിൽ കൺട്രോളാണ് അടുത്ത് വന്നിട്ടുള്ളത്. നിങ്ങളെല്ലാ കാര്യത്തെയും കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ചെയ്യരുത്. പല കാര്യങ്ങളും നമ്മളുടെ കയ്യിലല്ല. ഒരുപാട് കാര്യങ്ങൾ, പല കാര്യങ്ങളല്ല നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു 70% കാര്യങ്ങളും നമ്മുടെ കയ്യിലല്ല. ഒരു 30% മാത്രമാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും സറണ്ടർ ചെയ്ത് കൊടുക്കുക. എന്തുകൊണ്ട് സംഭവിച്ചു, എന്തിനു വന്നു, അങ്ങനെയുള്ള ചോദ്യങ്ങൾ വേണ്ട. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനൊരു കാര്യം സംഭവിച്ചെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വേറൊരു കാര്യം ഉണ്ടാവും. അപ്പം അത് എനിക്ക് റിവീൽ ചെയ്ത് തന്നാൽ മാത്രം മതി. പിന്നെ ഈ അനുഭവിച്ച സാഹചര്യങ്ങളെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സും അത് സർവൈവ് ചെയ്യാനും എനിക്ക് പറ്റണം എന്ന് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുക. അല്ലാതെ ഒരു കാര്യം വന്നാൽ അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കും, നമ്മൾ ഒളിച്ചോടിക്കൊണ്ടേയിരിക്കും. അത് സംഭവിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് നമുക്കിഷ്ടം. പക്ഷെ അങ്ങനെയല്ല, അത് ആൾറെഡി സംഭവിച്ച് കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് അതിനെ പാസ്റ്റിനെ പോയി തിരുത്താൻ നമുക്ക് ആർക്കും പറ്റൂല. അത് എപ്പോഴും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇതിൽ ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് നിങ്ങളെ ആരെങ്കിലും കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ആൾക്കാരെ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുന്നുണ്ട് എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങളുടെ ദേഷ്യമോ നിങ്ങളുടെ ഭയമോ ഫ്രസ്ട്രേഷനോ ഒന്നും തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുന്നു എന്നാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സറണ്ടർ ചെയ്ത് കൊടുക്കുക. നമ്മളുടെ കയ്യിലല്ലാത്ത കാര്യത്തെക്കുറിച്ച് ഓർത്ത് ആവലാതിപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അതൊരു തിരിച്ചറിവാണ് കേട്ടോ. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ചില ആൾക്കാർ, വേറെ ഏതെങ്കിലും ആൾക്കാർ നമ്മളോട് മോശമായിട്ട് പെരുമാറുന്നത് കൊണ്ട് നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആകുന്നു. അപ്പോൾ നമുക്ക് അവരെ പോയി തിരുത്താൻ പറ്റൂല. അപ്പോൾ നമുക്ക് ഒരു പരിധി വരെ പറഞ്ഞ് മനസ്സിലാക്കാം. പിന്നെ അത് സറണ്ടർ ചെയ്ത് കൊടുക്കുക, ദൈവത്തിൽ അർപ്പിച്ചു കൊടുക്കുക. അവരങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, ദൈവം തന്നെ കണ്ടുപിടിക്കട്ടെ. അത് നമ്മൾ അങ്ങനെ ചെയ്യുക, അല്ലാതെ നമ്മളതിൽ ഫ്രസ്ട്രേറ്റഡ് ആകണ്ട എന്നുള്ളതാണ്. പിന്നെ ബോട്ടം എനർജി വന്നിട്ടുള്ളത് ടോട്ടാലിറ്റിയാണ്. അപ്പോൾ ഇതിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്യണത് അത് പൂർത്തിയാക്കണം എന്നുള്ളതാണ്. പൂർത്തിയാക്കാതിരിക്കുന്നത്. പാസ്റ്റിൽ ചിലപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾ പൂർത്തിയാക്കാതിരിക്കുന്നുണ്ടായിരിക്കാം. എന്തെങ്കിലും പകുതി ചെയ്യും, ഇപ്പം നിങ്ങൾ മതിയാക്കും. അങ്ങനെയുള്ള എനർജി അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ അത് ചെയ്യാതിരിക്കുക. അത് ഇതിൽ കണ്ടല്ലോ ചെറിയൊരു ഗ്യാപ്പ് അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക, പൂർത്തിയാക്കുക. പിന്നെ ഇതിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് ഹീലിങ്ങിലായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ആ സ്പിരിച്വൽ ജേർണി എന്തായി എന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരിക്കാം. പക്ഷേ ഇത് നിങ്ങൾ അതിൽ ഫോക്കസ്ഡ് ആകാതിരുന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടൂല. അപ്പം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യേണ്ട സമയം നിങ്ങൾ കൃത്യമായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക. എപ്പോഴും ഞാൻ പറയാറുണ്ട്, മെഡിറ്റേഷനിൽ ഫുള്ളി ഫോക്കസ് കിട്ടണമെങ്കിൽ നമ്മൾ പ്രാണായാമം ചെയ്യണം. പ്രാണായാമം ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മളുടെ ആ നെഗറ്റീവായിട്ടുള്ള ബ്ലോക്കേജസ് അത് പൂർണ്ണമായും നമ്മളുടെ ശരീരത്തിൽ നിന്നും നമ്മളുടെ ഓറയിൽ നിന്നും പോകും കേട്ടോ. അപ്പോൾ എനർജി ഇഷ്യൂസ് കൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പം നമ്മൾ അത് പ്രാണായാമം തന്നെ ചെയ്യണം. അതിന് പ്രാണായാമം അല്ലാതെ വേറെ വഴികളില്ല. ഒരു 10 മിനിറ്റ് പ്രാണായാമം ചെയ്തതിന് ശേഷം നിങ്ങൾ മെഡിറ്റേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ മെഡിറ്റേഷനിൽ ഫുള്ളി ഫോക്കസ്ഡ് ആയിരിക്കാൻ പറ്റും. ആ ഒരവസ്ഥയുണ്ടല്ലോ, മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അത് എത്തണമെങ്കിൽ നിങ്ങൾ പ്രാണായാമം ചെയ്തിരിക്കണം. പിന്നെ പ്രാണായാമം നിങ്ങൾക്ക് കുറേ അധികം ഞാൻ എപ്പോഴും പറയാറുണ്ട്. ദേവരാജ് സാറിൻ്റെ സ്പിരിച്വൽ ഗൈഡൻസ് സൊസൈറ്റിയിൽ ആ സാറിൻ്റെ ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. അതൊരു 1 ഡേ ക്ലാസ് മാത്രമാണ്. അതിന് ചെയ്യാം. നിങ്ങൾക്ക് സാറിൻ്റെ പുസ്തകമുണ്ട്, തുരിയം എന്ന് പറയുന്ന പുസ്തകം. അത് വാങ്ങി വായിക്കാം. അതൊരു ചെറിയ പുസ്തകമാണ്, ഒരു കൈപ്പുസ്തകമാണ്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. നിങ്ങളെങ്ങനെ പ്രാണായാമം ചെയ്യണം. അതിൽ നിങ്ങൾക്ക് അത് വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്താൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ശരയോഗം പ്രാക്ടീസ് ചെയ്യാം. ശരയോഗത്തിൻ്റെ ക്ലാസ് ജൂൺ 10-ാം തീയതി ഹിമാലയൻ സിദ്ധാശ്രമത്തിൽ തുടങ്ങുന്നുണ്ട്. വളരെ വലിയ ഫീസൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും പ്രാക്ടീസ് ചെയ്യാം. ഇതിലെല്ലാം ഒന്ന് തന്നെയാണുള്ളത് കേട്ടോ. നിങ്ങൾക്ക് എന്ത് വേണോ ചെയ്യാം.
അപ്പോൾ നമ്മളുടെ ജീവിതം മാറ്റാൻ നമ്മൾ തന്നെ മുൻകൈ എടുക്കണം. നമ്മൾ പാസ്റ്റിലെ വേദനകളും ഇതൊക്കെ ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല, എപ്പോഴും മനസ്സിലാക്കുക. ഇനി അടുത്ത് നമുക്ക് ഇന്നത്തെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഞാൻ ഒക്ടോപ്പസ്, പാന്തർ, എൽക്ക് ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ ഗൈഡൻസ്. ബോട്ടം വന്നിട്ടുള്ളത് സ്വാനാണ്. നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ളത് ഒക്ടോപ്പസ് ആണ്. അപ്പോൾ ഒക്ടോപ്പസ് അറിയാമല്ലോ, നീരാളി. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരേ സമയം 2-3 കാര്യങ്ങൾ ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഒരു ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ പല വ്യക്തികളെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാം, പല സാഹചര്യങ്ങളെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യേണ്ടി വരാം. പക്ഷെ നിങ്ങൾക്കത് പറ്റും എന്നാണ്. അത് എനിക്കിത് രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിനുള്ള നിങ്ങളതിന് ക്യാപ്പബിൾ ആണ് എന്നാണ് കാണുന്നത് കേട്ടോ. പക്ഷേ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. ഒരു നീരാളി എന്ന് പറയുന്നതിൽ അറിയാമല്ലോ, ഒരു ചെറിയൊരു ഒരു മാസ്കും കൂടെ ഉണ്ട്. അപ്പോൾ എന്തോ ഒരു കാര്യം ഹിഡൻ ആയിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്കിന്ന് മനസ്സിലാവും. അപ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷനെ ഇന്ന് പൂർണ്ണമായിട്ട് നിങ്ങൾ വിശ്വസിക്കുക, ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യാതെ എല്ലാം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ മാറി നിങ്ങൾ സറണ്ടർ ചെയ്ത് കൊടുക്കേണ്ട ഒരു സമയമാണ്. പിന്നെ ചില എന്തോ ഒരു കാര്യമുണ്ട് കേട്ടോ, നിങ്ങൾ മറഞ്ഞിരുന്ന എന്തോ ഒരു കാര്യം, ഒരു അപകടം പോലത്തെ ഒരു കാര്യം. ഇത് ഇപ്പോഴത്തെ കാര്യമില്ല, ഒരു പാസ്റ്റിൽ നടന്ന എന്തെങ്കിലും ഒരു കാര്യം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് റിവീലായിട്ട് വരും. അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ഒന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ചതോ നിങ്ങളെപ്പറ്റി ഗോസിപ്പ് പറഞ്ഞതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാകും എന്നാണ് കാണുന്നത്. പിന്നെ പാന്തറാണ്. അപ്പോൾ പാന്തർ എന്ന് പറയുന്നത് ഒരു ഇരുട്ടിൽ ജീവിക്കുന്നൊരു ജീവിയാണ്. അത് കടുവയാണ്. അപ്പോൾ ഇതിനൊരു പേടിയില്ല എന്നുള്ളതാണ് കേട്ടോ. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഈ ഒരു സമയം ഉണ്ട് എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ഹിഡൻ പവർ നിങ്ങൾ മനസ്സിലാക്കും എന്നാണ് കാണുന്നത്. മാത്രമല്ല ഇതിൽ ഓവറോൾ ഒരു മെസ്സേജ് വരുന്നത് വീണ്ടും നിങ്ങൾ മറഞ്ഞിരുന്ന എന്തോ ഒരു കാര്യം ഇന്ന് നിങ്ങളുടെ മുന്നിൽ റിവീൽ ആയേക്കാം. നിങ്ങൾ ചിലപ്പോൾ അത് മറഞ്ഞിരുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ശക്തി ആയിരിക്കും കേട്ടോ. നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ നിന്ന് കൊണ്ടുവന്ന നിങ്ങളുടെ കഴിവോ ശക്തിയോ അറിവോ ഒക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്കത് റിവീലാകാം. നിങ്ങൾക്ക് മനസ്സിലാകും, ഞാനൊരു സാധാരണ ആളല്ല, ഞാൻ ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് ആണ്, ഞാൻ കണക്റ്റഡ് ആണ്. മറ്റുള്ളവർക്ക് ഇല്ലാത്ത എന്തോ ഒരു കാര്യം, അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു കാര്യം എനിക്കുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ളതാണ് കാണുന്നത്. ഇതിൽ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് റിവീലാകുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ചില ആൾക്കാർക്കൊരു സൈക്കിക്ക് ഗിഫ്റ്റ് കിട്ടുന്നു എന്നും കൂടെ കാണുന്നുണ്ട് കേട്ടോ. സൈക്കിക്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും. പിന്നെ അതൊരു ഇതിൽ ഇപ്പം നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലാകുമെന്ന് എനിക്ക് അങ്ങോട്ട് പറയാൻ പറ്റില്ല. അത് ചില വ്യക്തികളെ കുറിച്ചുള്ളതായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ സോൾ ഇങ്ങനെ നിങ്ങളോട് ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. പറഞ്ഞു തരും, ഇങ്ങനെ ഒരു കാര്യമാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെയൊരു കാര്യമാണ് സംഭവിക്കാൻ പോണത്. കുറച്ചൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു കാര്യം, അതുകൊണ്ട് അത് മിസ്റ്ററി ആയിട്ട് തന്നെ ഇരിക്കട്ടെ. എനിക്കത് പൂർണ്ണമായിട്ടും എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നില്ല എന്തൊക്കെയാണ് എന്ന്. അപ്പം പക്ഷേ അത് നിങ്ങളുടെ സോളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്തോ ഒരു കാര്യം നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ ഭയപ്പെടുന്ന ഒരു കാര്യമല്ല. നിങ്ങളുടെ പ്രൊട്ടക്ഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും, നിങ്ങളുടെ ശക്തിയും പവറും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. അപ്പം എപ്പോഴും നമ്മളുടെ കഴിവുകൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമുക്ക് എന്തൊക്കെ ശക്തി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതിൽ പാന്തർ എന്ന് പറയുന്നത് ഒരു ഭയവും ഇല്ലാത്തൊരു ജീവിയാണ്, ഒരു പേടിയില്ല അതിന്. അപ്പം അതുപോലെ ഫിയർലെസ് ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, നെഗറ്റീവ് എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റും. ഈ ഒരു പാന്തറിൻ്റെ എനർജി അങ്ങനെയാണ്, ഒരു നെഗറ്റീവ് എടുക്കില്ല, അങ്ങനത്തെയാണ്. പിന്നെ ഇത് എൽക്കാണ്, ഇതൊരു മാനാണ്. അപ്പോൾ മാൻ പോലത്തെ ഒരു ജീവിയാണിത്. കോൺഫിഡൻസ് കൂടുതലായിരിക്കും ഇന്നത്തെ ദിവസം.
ഇത് ഒരു മാസ്കുലൈൻ എനർജിയാണ്. അപ്പോൾ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അത് പുറത്തു വരാം. ചിലപ്പോൾ അങ്ങനെ ഇരിക്കും, ഇത്രയും കാലം എന്നെ കൊണ്ട് പറ്റൂല എന്നൊക്കെ വിചാരിച്ചിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരുന്നേക്കാം. മാത്രമല്ല ഇതൊരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു എനർജിയാണ്. ഒരു അഹങ്കാരമോ അങ്ങനെയൊന്നുമില്ല. എല്ലാം അവിടത്തേക്ക് സമർപ്പിക്കുന്നു എന്നുള്ള ഒരു ഇതിലേക്ക് നിങ്ങൾ പോകുന്നതാണ് കാണുന്നത്. മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ വാല്യൂ കുറച്ച് കാണാതിരിക്കുക. മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും, നിങ്ങൾ വലിയ ആളാണെന്നൊക്കെ പറയും. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ മൂല്യം മനസ്സിലാകാതിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കുക. അടുത്ത് വന്നിട്ടുള്ളത് സ്വാനാണ്. അപ്പം ഇതില് ഡിവൈൻ മാസ്കുലൈൻ എനർജിയാണ് എൽക്ക്, ഇത് ഫെമിനൈൻ എനർജിയാണ്. അപ്പോൾ ഒരു ഡ്രീമും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സോൾമേറ്റ് എനർജി ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന, ചിലപ്പോൾ അത് ഈ ഒരു സമയം നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കാം, ഒരു സോൾമേറ്റ് കണക്ട് ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ബ്യൂട്ടി നിങ്ങൾ തിരിച്ചറിയുന്നു എന്നാണ് കാണുന്നത്. ഇന്നർ ബ്യൂട്ടി നിങ്ങൾ തിരിച്ചറിയുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഈ ഡിവൈൻ ഫെമിനൈൻ മസ്കുലൈൻ എനർജി അത് ശരിക്കും കണക്റ്റ് ആകുന്ന സമയത്താണ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നത്. ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും. മാത്രമല്ല ഒരുപാട് തിരിച്ചറിവുകൾ നിങ്ങൾക്ക് വരും. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമാണ്. ഇന്ന് ബാലൻസിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഒരു നല്ല ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഒരു ലവ് എനർജിയാണ് കേട്ടോ. ഇതിൽ ഒരു ഡിവൈൻ ലവ് എന്ന് പറയുന്ന പോലെ ഒരു ലവ് എനർജി നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷനിലേക്ക് നിങ്ങൾ പോകുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ നല്ല ബ്ലെസ്സിങ് ഉള്ളൊരു ദിവസവും കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ശക്തിയും പവറും ഒക്കെ തിരിച്ചറിയുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഞാൻ രാമേശ്വരത്ത് പോയ കാര്യം പറഞ്ഞുതരാം. അപ്പോൾ രാമേശ്വരം ടെമ്പിൾ എന്ന് പറയുന്നത് അത് ജ്യോതിർലിംഗമാണ് കേട്ടോ. 12 ജ്യോതിർലിംഗങ്ങളാണുള്ളത് ഇന്ത്യയിൽ. അതിൽ ജ്യോതിർലിംഗമാണത്. അപ്പം ജ്യോതിർലിംഗം എന്ന് പറയുന്നത് ശിവന്റെ ആ പവർഫുൾ ആയിട്ടുള്ളൊരു പ്രകാശമാണ് എന്നാണ് പറയണത്. അപ്പോൾ മാത്രമല്ല ഇത് ശ്രീരാമൻ പൂജിച്ച ശിവലിംഗമാണ്. ശ്രീരാമൻ പൂജിച്ചെന്ന് പറഞ്ഞാൽ രാവണവധത്തിന് ശേഷം ശ്രീരാമൻ പാപമുക്തിക്കായിട്ട് ഇവിടെ വന്നു പൂജിച്ചു എന്നാണ് പറയുന്നത്. അപ്പം എന്തായാലും രാവണനെ കൊന്നല്ലോ. അപ്പം എന്തായാലും പാപമാണ്. അപ്പം ആ പാപം നിവർത്തിക്ക് അവിടെ വന്ന് ശിവനെ ഭജിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് രാമേശ്വരം എന്ന പേര് വന്നതെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടുത്തെ കടല് അഗ്നിതീർത്ഥം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ കടല് ആദ്യം ആ കടലിൽ മുങ്ങിയതിന് ശേഷമാണ് 22 തീർത്ഥക്കിണറുകളുണ്ട് അവിടെ നമ്മൾ അവിടെ കുളിക്കും. അപ്പോൾ ഈ തീർത്ഥക്കിണറുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇത് ഓരോ കിണറിലെയും വെള്ളത്തിന് ഓരോ രുചിയും ഒക്കെയാണുള്ളത് കേട്ടോ. അത് കുറേ കിണറുകൾ, അത് 22 എണ്ണം ഉണ്ട്. അപ്പോൾ അതിൽ കുളിച്ച് പുറത്തു വരുമ്പോൾ നമ്മളൊരു ശുദ്ധിയായ ഒരു ഇത് തന്നെയാണ് കാണുന്നത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിലോ കുറേ എനർജി ഇഷ്യൂസ് ഒക്കെ ഉള്ളവർ അവിടെ പോയി കുളിക്കുന്നത് വളരെ നല്ലതാണ്. ആ 22 നമ്മൾ അഗ്നിതീർത്ഥത്തിൽ, അതായത് കടലിലും കുളിച്ച് ഈ 22 തീർത്ഥക്കിണറുകളിലും കുളിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പാപം നശിക്കുന്നുണ്ട്, നമ്മളുടെ നെഗറ്റീവ് എനർജി പോകും, നമുക്കൊരു ആത്മീയ ഉണർവുണ്ടാവും കേട്ടോ. ഞാൻ 12 വർഷങ്ങൾക്ക് മുന്നെയാണ് ഞാൻ ആദ്യമായിട്ട് രാമേശ്വരത്ത് പോയത്. ഞാൻ മുന്നേ പോയിട്ടുണ്ട്, പക്ഷെ അന്ന് എനിക്ക് അമ്പലത്തിൽ കയറാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ ഈ കിണറുകളിൽ കുളിച്ചിട്ടുണ്ടായിരുന്നു അന്ന്. അതിനുശേഷം ഇപ്പോൾ ഒരു വ്യാഴവട്ടത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും രാമേശ്വരത്ത് പോണത്. അത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതിൽ ചാർധാം ക്ഷേത്രങ്ങളുണ്ട്. അപ്പം ഇന്ത്യയുടെ 4 ദിക്കിലുമുള്ള ക്ഷേത്രങ്ങൾ. അപ്പോൾ ആ ചാർധാം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പിന്നെ രാമേശ്വരം രാമനാഥ സ്വാമി ക്ഷേത്രം. കാരണം
കിഴക്ക് കിഴക്ക്, തെക്ക്, വടക്ക്, പടിഞ്ഞാറ് ഈ ഇന്ത്യയുടെ 4 ഭാഗത്തും ഈ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഇത്. അവിടെ ശരിക്കും അവിടുത്തെ എനർജി എന്ന് വെച്ചാൽ വേറെ ലെവല് എനർജിയാണ്. 2 കടലുകൾ സംഗമിക്കുന്ന സ്ഥലമാണ് കേട്ടോ, ബേ ഓഫ് ബംഗാളും ഇന്ത്യൻ മഹാസമുദ്രവും. അപ്പോൾ പക്ഷേ ഈ ബംഗാൾ ഉൾക്കടൽ വളരെ കാമാണ് അവിടെ, ശരിക്കും തിരമാലകളില്ല. പക്ഷേ ഇന്ത്യൻ മഹാസമുദ്രം ഭയങ്കര തിരമാലയാണ് അവിടെ, ഭയങ്കര സൗണ്ടും ഭയങ്കര തിരമാലയാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ സംഗമിക്കുന്ന സ്ഥലമാണ് ഈ ധനുഷ്കോടി. അവിടുത്തെ ഒരു എനർജിയും അതും ഒരു വേറൊരു വൈബ്രേഷനാണ്. അത് ഞാൻ അവിടെ പോയിരുന്ന് ലൈവൊക്കെ വരാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് അത്ര അറിഞ്ഞുകൂടായിരുന്നു, അവിടെ റേഞ്ച് കിട്ടൂല എന്ന് അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ. റേഞ്ച് കിട്ടിയില്ല, അതുകൊണ്ടാണ് ലൈവ് വരാത്തത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ തിരമാലയുടെ ഒരു മൂവ്മെന്റ് വ്യത്യാസമാണ്. ഇത് 2 എനർജികൾ സംഗമിക്കുന്ന സ്ഥലമാണത്. ഈ 2 തരത്തിലുള്ള എനർജി ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഒരു ഹൈ ആയിട്ടുള്ളൊരു സ്പിരിച്വൽ വൈബ്രേഷൻ ഉണ്ട് അവിടെ. വശത്ത് വളരെ ശാന്തമായ ബംഗാൾ ഉൾക്കടലും, മറുവശത്ത് ശരിക്കും ഒരു ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആ ഒരു തിരമാലകൾ തന്നെ നമ്മളെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള തിരമാലകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇതൊരു മാജിക് പോലെയാണ് കേട്ടോ. ആ സ്ഥലം എന്ന് പറയുന്നത്, ധനുഷ്കോടി എന്ന് പറയുന്നത് ഒരു മാജിക്കാണ്. പിന്നെ രാമസേതു ഉണ്ട്, ശ്രീരാമൻ ശ്രീലങ്കയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പാലം അത് നിർമ്മിച്ചത് ഈ ധനുഷ്കോടിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ശ്രീരാമനുമായിട്ടും രാമായണവുമായിട്ടും ഒരുപാട് ബന്ധമുണ്ട്. സീത ആരാധിച്ച ശിവലിംഗമുണ്ട്, പിന്നെ ഹനുമാൻ ആരാധിച്ച ശിവലിംഗമുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ ഈ തീർത്ഥകിണറുകളിലൊക്കെ കുളിച്ചിട്ട് നമ്മൾ വരുമ്പം നമുക്ക് തന്നെ വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഇത് തോന്നും. ചിലപ്പോൾ അത് ക്ഷീണമായിരിക്കാം, കാരണം നമ്മളുടെ കുറേ നെഗറ്റീവ് ഡ്രെയിൻ ഔട്ടായി പോകുമ്പോൾ വരുന്ന ഒരു ക്ഷീണം. എനിക്ക് ഇന്നലെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുകൊണ്ടാണ് എനിക്ക് രാമേശ്വരത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്. ഞാൻ വിചാരിച്ച് ധനുഷ്കോടിയിൽ വെച്ച് എടുക്കാമെന്ന് വിചാരിച്ച്. രാമേശ്വരത്ത് തന്നെ ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിൻ്റെ ഗാലറി ഉണ്ട് അവിടെ. അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ ഒരു മിനിയേച്ചർ അവിടെ ഉണ്ട് കേട്ടോ. നല്ലതാണ്. പക്ഷെ എനിക്ക് അവിടെ ചെന്നപ്പോൾ എനിക്ക് സങ്കടം വന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാം ഉണ്ട് കേട്ടോ. കുട്ടിക്കാലം മുതൽ അദ്ദേഹം ഈ ലോകത്തുനിന്ന് പോയപ്പോൾ ഉള്ള ആ ഡ്രസ്സ് വരെ ഉണ്ട്, എല്ലാം ഉണ്ട് അവിടെ. ചെരുപ്പ്, ഡ്രസ്സ്, ബാഗ്, അദ്ദേഹം ഉപയോഗിച്ച മേശ എല്ലാം ഉണ്ട്. അത് അവര് റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരിക്കണം, എനിക്കറിയില്ല. അല്ല, ഡ്രസ്സൊക്കെ അദ്ദേഹം ഉപയോഗിച്ച് തന്നെയാണ്, ചെരുപ്പ് എല്ലാം ഉണ്ട്. അപ്പോൾ ശരിക്കും അദ്ദേഹം എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ തന്നെയാണ്. അത്രയും പ്യുവർ ആയിട്ടുള്ളൊരു സോളാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. അപ്പോൾ അത് കണ്ടു. അപ്പോൾ പറ്റുമെന്നുള്ളവർ അവിടെ പോയിന്ന് കാണണം കേട്ടോ. ആർട്ട് ഗാലറിയിലൊന്നും പിന്നെ ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, അങ്ങനെയുണ്ട്. അപ്പോൾ രാമേശ്വരത്ത് പോയപ്പം വീഡിയോ എടുത്ത് 1-2 അല്ലാത്ത വീഡിയോ എടുത്ത്. എനിക്ക് പക്ഷെ അങ്ങനെയൊന്നും അത്രയധികം അതിലോട്ട് എൻഗേജ്ഡ് ആകാൻ എനിക്ക് പറ്റിയില്ല. അതുകൊണ്ടാണ് നിങ്ങളത് കാണിച്ചു തരാൻ പറ്റാത്തത്. അപ്പോൾ പറ്റുമെന്നുള്ളൊരു രാമേശ്വരത്ത് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് പോവുക. അത്രയും ഈ ജ്യോതിർലിംഗ ദർശനം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അത് ഇന്നലെ ഞങ്ങൾ പോയ സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നന്നായിട്ട് തൊഴാൻ പറ്റി. പിന്നെ അവിടുത്തെ ഇടനാഴികൾ എത്ര ദൂരമാണ്, ഒത്തിരി ദൂരമുണ്ട്. അവിടുത്തെ ആ ഒരു ശില്പകല അത് നമുക്കങ്ങ് അവിടെ പീസായിട്ട് നടക്കാൻ പറ്റും കേട്ടോ. അവിടുത്തെ ആ ഒരു കോറിഡോറിലൂടെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പറ്റുമെങ്കിൽ പോവുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.